രാജസ്ഥാനിലെ കുശൽഗഡ് മേഖലയിൽ ദിവ്യബലിക്കായി ഒത്തുകൂടിയവർക്ക് നേരെ സംഘർഷം അഴിച്ചുവിട്ട് അക്രമികൾ. എന്നാൽ ആക്രമണം നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ബെൽസൊറ ജില്ലയിലെ കുശൽഗഡിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു കൂട്ടം പുരുഷന്മാർ പ്രാർത്ഥനാവേദിയിലേക്ക് അതിക്രമിച്ചു കയറി പങ്കെടുത്തവരെ മതപരിവർത്തനം ആരോപിച്ച് യോഗത്തിൽ സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് ഇടവക വികാരി ഫാദർ അരവിന്ദ് ആലിങ്കർ പറയുന്നു. ബന്ദാരിയ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാമപ്രദേശത്ത് സംഘടിപ്പിച്ച ദിവ്യബലിക്കിടെയാണ് സംഘർഷമുണ്ടായത്. കുടുംബാംഗങ്ങളും കുട്ടികളും വയോധികരും ഉൾപ്പെടുന്ന ഏകദേശം 70 പേർ അടങ്ങുന്ന വിശ്വാസികൾക്ക് നേരെയാണ് സംഘർഷമുണ്ടായത്. നൊവേന പ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനയ്ക്കുമായി ഒത്തുകൂടിയ അവസരത്തിൽ 13 അതിലധികവും അക്രമികളടങ്ങുന്ന ഒരു സംഘം സ്ഥലത്തേക്ക് കയറി വരികയായിരുന്നുവെന്നാണ് വിവരം. മതപരിവർത്തനം നടത്തുകയാണെന്ന ആരോപണവുമായി സംഘം അകത്ത് കയറിയെന്നും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും കാത്തലിക് കണക്റ്റിന് നൽകിയ അഭിമുഖത്തിൽ പുരോഹിതൻ പറയുന്നു. അക്രമത്തിന് പകരം സംശയമുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാമെന്നും തങ്ങൾ നിർദ്ദേശിച്ചതായി വികാരി പങ്കുവച്ചു. ദിവ്യബലിയിൽ പങ്കെടുത്തവരെ ചോദ്യം ചെയ്യുകയും വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്ത സംഘം പശുവിനെ കൊന്നു തുടങ്ങിയ ആരോപണങ്ങളും ഉന്നയിച്ചുവെന്നാണ് റിപ്പോർട്ട്. തുടർന്ന് സ്ത്രീകളടക്കം പങ്കെടുത്തവരെ അധിക്ഷേപിക്കുകയും സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുകയുമായിരുന്നു. സംഘർഷം രൂക്ഷമാകുകയും സംഘത്തിൽ ഒരാളുടെ കൈവശം ആയുധങ്ങൾ കണ്ടതും ഭീതി വർദ്ധിപ്പിച്ചു. തുടർന്ന് സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ച വിശ്വാസികളും സംഘവും തമ്മിൽ തർക്കമുണ്ടായി. പിന്നാലെ അക്രമികൾ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. സംഘം ഉപയോഗിച്ച 2 മോട്ടോർ സൈക്കിളുകൾ സ്ഥലത്ത് ഉപേക്ഷിച്ചതായും വിവരമുണ്ട്. സംഭവം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നാണ് പള്ളി അധികൃതർ ആരോപിക്കുന്നത്. മതപരിവർത്തനം നടത്തുന്നുവെന്ന വ്യാജ വിവരത്തെ അടിസ്ഥാനമാക്കിയാണ് ആക്രമണമെന്നാണ് പറയുന്നത്. സംഭവത്തിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും അക്രമികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം പ്രദേശവാസികളായ 4 കത്തോലിക്കരെ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് വിവരങ്ങൾ. വിരമിച്ച ഒരു പ്രിൻസിപ്പളും 3 യുവാക്കളും ഇതിൽ ഉൾപ്പെടുന്നു. രാത്രി 1:30 സാക്ഷികളുമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ എത്തിയെങ്കിലും പോലീസ് വിസമ്മതിച്ചതായി ആരോപണങ്ങൾ ഉയരുന്നു. മറുവിഭാഗത്തിൽ നിന്ന് പരാതി വന്നതിനാൽ ഇനി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകൾ സംഭവത്തിന്റെ ഭാഗിക ദൃശ്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നതെന്നും മുഴുവൻ സംഭവ പരമ്പരയും അതിലൂടെ വ്യക്തമാകുന്നില്ലെന്നും അധികൃതർ പറയുന്നു. കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രാദേശിക സമൂഹം രംഗത്തെത്തി. സംഭവത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തുവന്നിട്ടില്ല. നാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.